ഹായ് ഹലോ ഗൈസ്, അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് അതൊന്ന് കുക്കിംഗ് വീഡിയോ ആണ്. ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. എല്ലാവരും ബാ. അന്ന് ഞാൻ പൊതിച്ചോറിലേക്ക് ഉണ്ടാക്കുന്ന കറികൾ ഒരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു കാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പപ്പടം പൊരിക്കുന്നുണ്ട്, പിന്നെ മീൻ പൊരിക്കുന്നുണ്ട്, പിന്നെ അച്ചാറുണ്ട്. അച്ചാറൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ മീൻ ഞങ്ങൾ ബേക്ക് ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ പച്ചമീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഉണക്കമീൻ പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അമ്മ അവിയൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാബേജ് തോരൻ ഉണ്ടാക്കണം. ഞാൻ കാബേജ് തോരൻ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടാണ്. നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ചിരണ്ടി ഇടാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചെയ്യണില്ല, പെട്ടെന്നായിട്ട് ഇത് പൊരിച്ചോറ് അങ്ങോട്ട് കെട്ടി വെക്കലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ തൽക്കാലം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് ഇടും. പിന്നെ അത് കഴിഞ്ഞാൽ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വേപ്പിലും കുറച്ച് മുളകും കൊണ്ടിട്ട് ഇട്ട് അതൊന്ന് വഴറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള കാബേജ് തോരയ്ക്ക് ഇടാണ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കിയിട്ടൊന്ന് ആവിയിൽ വേവിക്കും. അവിടെ അപ്പം അപ്പുറത്ത് അമ്മ കൊച്ചിനെ കളിപ്പിക്കുന്നുണ്ട്. ഒപ്പം പിന്നെ കൊച്ചിനുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവനവിടെ കാലത്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ഛനെ ഞാൻ എല്ലാം മുറിക്കാൻ വിട്ടിട്ടുണ്ട്, വാഴേൻ്റെ ഇല കാണാൻ. അപ്പം അച്ഛനത് മുറിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം അങ്ങനെ റെസിപ്പീസ് ഒന്നും കറക്റ്റ് അതിൻ്റെ കൂടെ ഒന്നും പറയണില്ല, കാരണം എല്ലായിടത്തും വേറെ വേറെ രീതിക്കാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കൊച്ചിനെ പോയിട്ട് ടി വി വെച്ചെടുത്തു. അപ്പോൾ ടി വിയിൽ ഏതാ വേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം ഏതൊരു ഷോർട്സാണ് കണ്ടത്, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അമ്മയടുത്തേക്ക് പോവാണ്. ഇനി നമുക്ക് കമൻറ്റ് ചെയ്യുന്നത് കാണാം. പിന്നെ എനിക്കങ്ങനെ വോയിസ് ഓവർ ചെയ്യാൻ അത്ര ഇഷ്ടമില്ല കേസ്, സത്യം പറഞ്ഞാൽ. കാരണം സൗണ്ട് ഓക്കെയാവുമോ എങ്ങനെ അത് വോയിസ് ഓവർ ചെയ്യണ്ടെന്നൊക്കെ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ആരെങ്കിലൊക്കെ കമൻറ്റ് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലും വിഷമമാവും, അതുകൊണ്ടൊക്കെയാണ്. നമുക്കറിയാതെ യൂട്യൂബിൽ ഇടാൻ വെച്ചാൽ തന്നെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുന്നൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിയലിക്കുള്ളതും അവിയലിക്കുള്ള തേങ്ങ ചിരകി കൊടുക്കുകയാണ്. അമ്മ അവിടെ ഉള്ളി പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങ ചിരകിയിട്ട് ഞങ്ങൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ ജീരകവും തേങ്ങയും കൂടിയിട്ട് അരയ്ക്കാനുള്ള പ്ലാനാണ്. പിന്നെ കുറച്ച് എടുത്തിട്ട് അതിൽ പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ വേപ്പിലിട്ട് മറിക്കുകയും ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഞാനാണ് അരയ്ക്കണത്. അമ്മ അവിടെ ഉപ്പേരി എടുപ്പിച്ചിട്ടുള്ളത് നോക്കുകയാണ്. പിന്നെ അതുപോലെ അവിയലിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് പപ്പടം കാച്ചണം. അപ്പോൾ അതൊക്കെ അച്ഛൻ മേടിക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ എല്ലാം മുറിക്കാനും പപ്പടം മേടിക്കാനൊക്കെ പോയിക്കാണ്. വേഗം വരാതെ പറക്കണം ഞങ്ങളടുത്ത്. ചിലപ്പോൾ വല്ല ഫ്രണ്ട്സിനെയും കണ്ടങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വരാറുള്ളൂ. അപ്പം അങ്ങനെ അരയ്ക്കുകയാണ്. അപ്പം ഞാൻ തേങ്ങ അരയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന പ്ലാൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല.